സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഭക്ഷണശാലയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം വിതുരയിലെ കാട്ടിലെ കട. പ്ലേറ്റിനും വാഴയിലയ്ക്കും പകരം കൂവ ഇലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. കാടിനകത്തുള്ള കാട്ടിലെ കടയിൽ വോട്ട് തേടി LDF സ്ഥാനാർത്ഥി വി ജോയ് എത്തി. ബാക്കി നമുക്ക് കണ്ടുവരാം. ഉഗ്രൻ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാണ് വി ജോയ് മടങ്ങിയതെന്നാണ് കേട്ടത്. നോക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കാട്ടിലെ കടയാണ് നമ്മളിപ്പോഴുള്ളത്. കാട്ടിലെ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം വിതുര ഭാഗത്താണ്. വിതുര പേപ്പാറ ഡാമിന് സമീപം പട്ടൻ കുളിച്ച പാറ എന്ന സ്ഥലത്താണ്. ആ പേര് പറയാൻ തന്നെ ഒരു അല്പം പാടുണ്ട്. കാട്ടിലെ കട അത് ആളുകൾ കണ്ടിട്ടുണ്ടാകും. കൂവ ഇലയിലാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെ ഭക്ഷണം കൊള്ളാം. ഇലയിലാണ് കൊടുക്കുന്നത്, പറിക്കുന്നതാണ്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അകത്തൊരു സ്പെഷ്യൽ അതിഥി ഈ കടയിൽ വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ അതിഥി കടയിലെത്തിയതാണ്. വൈറലാണ് ഈ കട. കാട്ടിലെ കൂവ ഇലയിലാണ് ഭക്ഷണം. എങ്ങനെയുണ്ട്? അതെ, ഇതൊരു വെറൈറ്റിയാണ്. ഊര് സന്ദർശിക്കാൻ വന്നപ്പോൾ സ്റ്റീഫൻ MLA തന്നെ ഒരു നിർദ്ദേശമായിരിക്കും ഉച്ചയ്ക്ക് ഈ കാട്ടിലെ കടയിൽ കയറി ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. ഇന്നലെ ഊരിലെ ഒരു വീട്ടിലായിരുന്നു ഭക്ഷണം. പക്ഷേ ഇന്നിപ്പോൾ വളരെ സമൃദ്ധമായ ഭക്ഷണമാണ് നമുക്ക് ഈ കട ഒരുക്കിയിട്ടുള്ളത്. ഒരു അപ്പനും അമ്മയും മക്കളും കൂടി മക്കളുമൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ്. ഞാൻ ഈ പ്രദേശത്ത് വരെയാണെങ്കിൽ ഇവിടെ നിന്നാണ് കൃത്യമായി കഴിക്കുന്നത്. ഈ ലൊക്കേഷനിൽ എവിടെ സിറ്റിയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അതേപോലെ തന്നെ പൊന്മുടിയിൽ വരുന്ന ടൂറിസ്റ്റുകൾ, കല്ലാറിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ കട തേടി വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട്. വൃത്തിയോടെ വെടിപ്പോടെ ഭക്ഷണം കഴിക്കുക. വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, രുചിയുമുണ്ട്. അതാണ് പ്രത്യേകത. അമ്മ, എന്താണ് പുതിയ അതിഥികൾ കണ്ടില്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ MP MLA ഒക്കെ? കൊടുക്കുമ്പോ കഴിക്കണില്ല. അത് മതി എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയാണ് ഇതിന്റെ വിഭവമൊക്കെ ഉണ്ടാക്കുന്ന അന്നെന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുള്ളൂ. ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഫ്രിഡ്ജും വേറെ ഒരു കാര്യങ്ങളും ഇല്ല. തലേ ദിവസത്തെ ഒന്നും ഫ്രിഡ്ജിൽ വെക്കില്ല? ഇല്ല ഫ്രിഡ്ജില്ല. പിന്നെ ഇത് കൂവ ഇല എവിടെ പോയാൽ ഞങ്ങൾ വെട്ടിക്കൊണ്ടുവരും? കൂവയില കൊണ്ടുവരണം. ഇപ്പോഴും ഐസറിന്റെ ഇടക്ക് ഭാഗത്ത് നിന്നാണ്, വലിയ ഇല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് മൊത്തം കാട് തന്നെ. ആനയുടെ ശല്യമൊക്കെ ഉണ്ട്. പരിഹരിക്കുമെന്നാ പറയുന്നത്. പരിഹരിക്കണം. അതെ, വന്യമൃഗങ്ങളുടെ ശല്യം വളരെ 3 ആന വന്ന് വാഴയൊക്കെ ഇളക്കി എല്ലാം ഭയങ്കര ശല്യം ആന. ഏതായാലും ഒരു അതിഥികളെ കിട്ടിയ സന്തോഷത്തിലാണ് കാട്ടിലെ കടയിലെ അമ്മയും അച്ഛനൊക്കെ ഉള്ളത്. ഇന്നിപ്പം ഇനി ആന മാത്രം വന്നാൽ മതി, ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു. പുലി ഈ അടുത്ത കാലത്ത് വന്നു എന്ന് പറയുന്നു. കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. ഏതായാലും ഇവിടെ വന്നവർക്ക് ചില പരാതികളും ഉണ്ട്. ആനയും പുലിയൊക്കെ ഇറക്കുന്നു. അതിൻ്റെ നടപടി കേന്ദ്ര നിയമം മാറ്റണമെന്നുള്ളതൊക്കെ നമ്മൾ MP ആയി പോകുമ്പോൾ ഏർപ്പാടാക്കുമല്ലേ? അതെ, ഇന്നിപ്പോൾ ഉള്ള കേന്ദ്ര നിയമം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ നിയമത്തിലൊരു മാറ്റം വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കേണ്ട കാര്യമാണത്. ഏതായാലും കാട്ടിലെ കടയിൽ നിന്നും വെറൈറ്റി ഫുഡുകളൊക്കെ കണ്ടുകൊണ്ട് ക്യാമറമാൻ സന്തോഷിനൊപ്പം ആദിൽ പാലോട്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.